ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ചിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. ഇതിനായി 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ രൂപീകരിച്ചു. ഹർജികൾ തരംതിരിച്ച് ഏപ്രിൽ 7 മുതൽ വാദം തുടങ്ങും. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഏപ്രിൽ 7 മുതൽ 22 വരെ വാദം കേൾക്കും. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായി 9-അംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. ഒരു മാസത്തിനകം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾ വാദങ്ങൾ എഴുതി നൽകണം. അഭിഭാഷകനായ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി സുപ്രീംകോടതി നിയോഗിച്ചു. പുനഃപരിശോധനാ ഹർജി നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ മാർച്ച് 14-നകം നിലപാട് അറിയിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പുനഃപരിശോധനാ ഹർജിയെ എതിർക്കുന്നവരുടെ വാദങ്ങൾ ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 16 വരെ കേൾക്കും. ഏപ്രിൽ 21-ന് മറുപടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാം. ഏപ്രിൽ 22-ഓടുകൂടി വാദം അവസാനിപ്പിക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. 9-അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ഉത്തരവിലൂടെ വിവരങ്ങൾ അറിയിക്കും. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജിയടക്കമാണ് പരിഗണിച്ചത്. ഇതുൾപ്പെടെ സ്ത്രീകളുടെ വ്യക്തിസ്വാതന്ത്ര്യവും മതാചാരങ്ങളുടെ അനിവാര്യതയുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.